കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിൻ്റെ റിപ്പോർട്ട്. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും പാർട്ടി വിരുദ്ധ പരാമർശങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗുണം ചെയ്യുന്നില്ലെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. പാർട്ടിക്ക് ഇതിനകം തന്നെ അധപതനം സംഭവിച്ചു കഴിഞ്ഞുവെന്നും കനഗോലു നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്ന് സിബി ചേരുകയാണ്. സിബി, രണ്ടാം പിണറായി സർക്കാർ അതിൻ്റെയും ഒരു തുടർഭരണം, മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം, സർക്കാരിൻ്റെ മികവ്, ഏറ്റെടുത്ത പദ്ധതികളുടെ പൂർത്തീകരണം, ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകുന്നു. ഒപ്പം കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ഫലപ്രദമല്ലാത്ത ഒരു പ്രതിപക്ഷം എന്ന പ്രശ്നം ആഭ്യന്തരമായി കോൺഗ്രസ് നേരിടുന്ന സാഹചര്യം, ഇതെല്ലാം ഇതിൽ പരിഗണിക്കപ്പെടുന്നുണ്ടോ? ഏതൊക്കെ തരത്തിലുള്ള പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ ആഭ്യന്തര സർവേ നൽകുന്നത്? ശരത്ത്, തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനഗോലു നടത്തിയ ഒരു ആഭ്യന്തര സർവേയിലാണ് മൂന്നാമതും LDF സർക്കാർ തന്നെ അധികാരത്തിലേറും, അതായത് UDF ഒരു തിരിച്ചുവരവ് ഈ ഒരു 2026 സാധ്യമല്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസ് എന്ന പാർട്ടി ഇതിനകം തന്നെ ആ പാർട്ടിക്ക് ഒരു അധപതനം സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു 2026 ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ, ഈ ആഭ്യന്തര സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി 2031 ലക്ഷ്യം എന്ന രീതിക്കാണ് ഇപ്പോൾ സുനിൽ കനഗോലു ഒരു പ്രതീക്ഷ കൈവയ്ക്കുന്നത്. എന്തായാലും 2026 യാതൊരു പ്രതീക്ഷ വേണ്ട എന്ന് തന്നെ കൃത്യമായി ഒരു ആഭ്യന്തര സർവേയിൽ പറയുകയും ചെയ്യുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹമാണ് ഒന്നാമത്തെ വലിയ പ്രശ്നം. ഇപ്പോഴും ഐക്യമുണ്ടെന്ന പ്രതീതി ഉണർത്താനെല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഐക്യമില്ലായ്മ വലിയ വെല്ലുവിളിയാകുന്നു. മറ്റൊന്ന്, പാർട്ടി വിരുദ്ധ പരാമർശങ്ങൾ നേതാക്കൾ നടത്തുന്നതും LDF സർക്കാരിൻ്റെ വികസനമെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ ആ LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാം തന്നെയും ഈ ഒരു 2026 വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് തന്നെയാണ് സുനിൽ കനഗോലു പറയുന്നത്. പ്രത്യേകിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന കേരളം, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചുമതല കൂടി സുനിൽ കനഗോലുവിന് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് അദ്ദേഹം ഒരു ആഭ്യന്തര സർവേ നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഇനിയിപ്പോൾ 2031 മാത്രമാണ് ഒരു ലക്ഷ്യം വയ്ക്കുന്ന രീതിയിൽ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം തന്നെയും ഈ ആഭ്യന്തര സർവേ പ്രകാരം എല്ലാം തന്നെയും ചില തെരഞ്ഞെടുപ്പ് പരിപാടികളിലേക്ക് ഏറെ കൂടുതൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും അതിലേക്ക് വില ചൂണ്ടുകയാണ് സുനിൽ കനഗോലുവിൻ്റെ ഈ ഒരു റിപ്പോർട്ട്. കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ചില തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുക, അതുകൂടാതെ മറ്റുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോവുക, അതുകൂടാതെ മറ്റുള്ള ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക തുടങ്ങിയുള്ള നിരവധി നിർദ്ദേശങ്ങൾ കൂടി ഈ ഒരു സർവേയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും 2026 ഒരു തിരിച്ചറിവ് അസാധ്യമാകാത്ത രീതിയിൽ ഒരു അധപതനം പാർട്ടിക്ക് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സുനിൽ കനഗോലുവിൻ്റെ റിപ്പോർട്ടിൽ പ്രകാരം പുറത്തു വരുന്നത്. ശരത്ത്.